Hi, let's continue our discussion of progressive waves. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു സ്ട്രെച്ച് സ്ട്രിങ്ങിലുള്ള നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് രണ്ട് പ്രോഗ്രസീവ് സൈൻ വേവ്സിന്റെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ കഴിയും. റൈറ്റ്, നമ്മൾ കണ്ടതാണ്. വി സോ ദാറ്റ് ദ സ്റ്റാൻഡിംഗ് വേവ് സൊല്യൂഷൻ ഓർ ദ സ്റ്റേഷനറി വേവ് സൊല്യൂഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് two sine waves, one traveling towards the right and the other traveling towards the left. Okay, അതായത് രണ്ട് ഐഡന്റിക്കൽ സൈൻ വേവ്സ് ഉണ്ട്. ഐഡന്റിക്കൽ ആണ് എക്സെപ്റ്റ് ഫോർ ദ ഡയറക്ഷൻ ഓഫ് ട്രാവൽ. ഒന്നീ ഡയറക്ഷനിലും ഒന്നീ ഡയറക്ഷനിലും ഇങ്ങനെ രണ്ട് വേവ്സിന്റെ സൂപ്പർ പൊസിഷൻ ആയിട്ട് നമുക്ക് സ്റ്റേഷനറി വേവ് സൊല്യൂഷൻ എഴുതാൻ കഴിയും. ഓക്കെ, അതായത് ഒരു സ്ട്രിങ്ങിലുള്ള സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ എന്ന് പറയുന്നത് ലെഫ്റ്റ് മൂവിംഗ് വേവിന്റെയും റൈറ്റ് മൂവിംഗ് വേവിന്റെയും കോമ്പിനേഷൻ ആണ്. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യുന്ന വേവ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയും. Right, so we can suppose that on a sufficiently long string it might be possible to set up a sine wave traveling in one direction only. Okay, കാരണം സ്റ്റാൻഡിംഗ് വേവ് ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റാൻഡിംഗ് വേവിനെ നമുക്ക് എങ്ങനെ കാണാം? റൈറ്റ് മൂവിംഗ് വേവിന്റെയും ലെഫ്റ്റ് മൂവിംഗ് വേവിന്റെയും കോമ്പിനേഷൻ ആയിട്ട് കാണാം. റൈറ്റ്, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. റൈറ്റ്, അപ്പോൾ ലെഫ്റ്റ് മൂവിംഗ് വേവും റൈറ്റ് മൂവിംഗ് വേവും ഉണ്ടെങ്കിൽ റൈറ്റ് മൂവിംഗ് വേവ് മാത്രം നമുക്ക് ഇമാജിൻ ചെയ്യാം. റൈറ്റ്, സോ ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ഡു ദിസ്. അത്ര ഒരു വേവ് നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇനീഷ്യേറ്റ് ചെയ്യാം. റൈറ്റ്, ഒരു എൻഡിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള സ്ട്രിങ് ആണ്. ഈ ജസ്റ്റ് ഷേക്ക് the other end up and down, right, provide this vibration and you will see that the vibration is traveling through the string. Okay, അതായത് ഇത് സംഭവിക്കണമെങ്കിൽ ഒബ്വിയസ്ലി ഈ സ്ട്രിങ്ങിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ വേവ് ലെങ്ത്തിനേക്കാളും, റൈറ്റ്, ഇതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസ് മാത്രമാണ്, വേവ് ലെങ്ത്തിനേക്കാളും വളരെ വലുതായിരിക്കണം. റൈറ്റ്, ഓൺലി ദെൻ വി സീ ദിസ്. ഓക്കെ, അങ്ങനെ ഈ വേവ്സ് ഇതിലിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന കാണാം. And actually you'll see the front end moving with the speed v. All right, and after a number of oscillations, all right, you are providing oscillations at x equal to 0 എന്നുള്ള പോയിന്റിലാണ് നമ്മൾ ഓസിലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. Okay, so after a number of oscillations, the front end of the disturbance, let's say that the front end has moved out of the field of view. Okay, നമ്മുടെ ഫീൽഡ് ഓഫ് വ്യൂവിന്റെ പുറത്ത് പോയിരിക്കുകയാണ് ഫ്രണ്ട് വ്യൂ. റൈറ്റ്, അപ്പോൾ നമ്മൾ കാണുന്ന ഈ ഇനീഷ്യൽ x equal to 0 എന്നുള്ള പൊസിഷനും ബാക്കി കാണുന്ന മുഴുവൻ വേവ് മോഷൻ ആണ്. Alright, the rest of it is here, but let's say that it's out of our field of view. Okay, then you will see a wave pattern on the string like this, a wave pattern that's traveling towards the right. Okay, അതായത് x equal to 0 എന്നുള്ള പോയിന്റിൽ നിന്നുള്ള ഓസിലേഷൻസ് ഈ സ്ട്രിങ്ങിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. Right, so we are actually looking at a wave that's traveling along the string with the speed v. Alright, അപ്പോൾ ഇത് നമുക്കറിയാം റൈറ്റ് സൈഡിലേക്ക് ട്രാവൽ ചെയ്യുന്ന വേവ്സ് ആണെങ്കിൽ it can be described by a function of the form f of x minus vt. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇനി എഫ് എന്നുള്ള ഈ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് ഈ വേവിന്റെ ഷേപ്പ് നിർണ്ണയിക്കുന്നത്. റൈറ്റ്, ഇറ്റ് വിൽ ഡിറ്റർമിൻ വാട്ട് കൈൻഡ് ഓഫ് ഷേപ്പ് യു ആർ ടോക്കിംഗ് അബൌട്ട്. ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഷേപ്പ് എന്ന് പറയുന്നത് സൈൻ വേവ് ആണ്. അതുകൊണ്ട് എഫ് എന്നുള്ള ഫംഗ്ഷന് പകരം യു വിൽ ഹാവ് എ സൈൻ ഫംഗ്ഷൻ. the function f here in this case would be the sine function. അതുകൊണ്ട് ഈ വേവിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം: y of x, t is equal to a sin 2 pi by lambda x minus vt. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ ഉപയോഗിച്ച ഫോമാണ്. അതായത് സ്ട്രിങ്ങിലുള്ള സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ നോക്കിയപ്പോൾ വി ഡിസ്ക്രൈബ്ഡ് ഇറ്റ് ഓർ വി റോട്ട് ഇറ്റ് ആസ് എ സൂപ്പർ പൊസിഷൻ ഓഫ് റൈറ്റ്വേർഡ്സ് ട്രാവലിംഗ് വേവ് ആൻഡ് ലെഫ്റ്റ്വേർഡ്സ് ട്രാവലിംഗ് വേവ്. റൈറ്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു വേവിന്റെയും ലെഫ്റ്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു വേവിന്റെ സൂപ്പർ പൊസിഷൻ ആയിട്ട് നമ്മൾ സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ എഴുതി. അതിൽ റൈറ്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന വേവിന്റെ ഫോം ഇതായിരുന്നു. റൈറ്റ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോമിൽ തന്നെ ഇതിനെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ വേവ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ജനറേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ഓസിലേറ്റിംഗ് ദ ലെഫ്റ്റ് ഹാൻഡ് എൻഡ് ഓഫ് ദ സ്ട്രിങ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എ ആൻഡ് വിത്ത് എ ഫ്രീക്വൻസി ന്യൂ. റൈറ്റ്, അതായത് ഒരു എൻഡിൽ നമ്മൾ ഒരു നിശ്ചിത ആംപ്ലിറ്റ്യൂഡിൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ബീങ് ഡ്രിവൺ. റൈറ്റ്, അപ്പോൾ ഇത് കാരണമാണ് ഈ വേവ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് v ഡിവൈഡഡ് ബൈ ലാംഡ. ഓക്കെ, കാരണം നമ്മളൊരു സൈൻ വേവ് എടുക്കുകയാണെങ്കിൽ, റൈറ്റ്, സൈൻ വേവിന്റെ കാര്യത്തിൽ നമുക്ക് നോക്കാം. സൈൻ വേവ് ആണുള്ളത്. അപ്പോൾ ദിസ് ഡിസ്റ്റൻസ് ഇതാണ് ലാംഡ. ദിസ് ഡിസ്റ്റൻസ് ഇസ് ലാംഡ. റൈറ്റ്, ഇത് ആക്ച്വലി ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത അവസ്ഥയാണ്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ടി. റൈറ്റ്, അപ്പോൾ ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ലാംഡ ഡിവൈഡഡ് ബൈ ടി ആണ്. 1 divided by t is actually equal to
it gives you the cycles per second. Alright, so this is nu. അതുകൊണ്ട് നമുക്ക് ഇതിനെ lambda multiplied by nu എന്ന് എഴുതാം. Or in other words, nu is equal to v divided by lambda. Okay. ഇതിനെ ഒമേഗയുടെ ടേംസിൽ എഴുതുകയാണെങ്കിൽ we can write omega is equal to 2 pi v divided by lambda. Alright, ഈ റിലേഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നമ്മൾ സ്റ്റാൻഡിംഗ് വേവ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒമേഗ ഡിവൈഡ് ബൈ v is equal to 2 pi divided by lambda എന്ന് കണ്ടിരുന്നു. Alright, it's the same thing here. So we can either write it in terms of nu or in terms of omega. Alright, അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലും എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റിൽ സ്ട്രിങ്ങിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഫോക്കസ് ചെയ്യണം. അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഉദാഹരണത്തിന് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് എടുക്കാം. അപ്പോൾ ഈ സൊല്യൂഷനിൽ എക്സ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വി ഗെറ്റ് എ ഫംഗ്ഷൻ ഓഫ് ടൈം വിച്ച് ഇസ് മൈനസ് എ സൈൻ 2 പൈ വി ടി ഡിവൈഡഡ് ബൈ ലാംഡ. ഇതിനെ നമുക്ക് മൈനസ് എ സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. വേർ ഒമേഗ ഇസ് ഈക്വൽ ടു 2 പൈ വി ഡിവൈഡഡ് ബൈ ലാംഡ. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം വി എന്നുള്ളതിനെ ലാംഡ ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം. ഓക്കെ, വെലോസിറ്റി ഒക്കെ ലാംഡ എന്നുള്ള ഡിസ്റ്റർബൻസ് ലാംഡ എന്നുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന ക്യാപിറ്റൽ ടി എന്നുള്ള സമയം കൊണ്ടാണ്. ദാറ്റ്സ് എ പീരിയഡ്. ഓൾറൈറ്റ്, സോ ദിസ് ഇസ് 2 പൈ ബൈ ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ മൈനസ് എ സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. ഇതിന്റെ മീനിങ് നമ്മൾ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സിംപ്ലി ഓസിലേറ്റിംഗ് സിമ്പിൾ ഹാർമോണിക്കലി അപ്പ് ആൻഡ് ഡൗൺ. റൈറ്റ്, സൈൻ ഒമേഗ ടി എന്നുള്ള രീതിയിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ്. അതുപോലുള്ള ഓരോ പോയിന്റും ഈ സ്ട്രിങ്ങിലുള്ള ഓരോ പോയിന്റും ഈ രീതിയിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കാണാൻ കഴിയും. ഓക്കെ, അതുപോലെ ഈ വേവ് ഫോമിന്റെ ഒരു സ്നാപ്ഷോട്ട് എടുക്കുകയാണെങ്കിൽ റൈറ്റ്, അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ളതിന്റെ ഫോം നോക്കുകയാണ്. റൈറ്റ്, ജസ്റ്റ് ടേക്കിംഗ് എ ഫോട്ടോഗ്രാഫ് ഓഫ് ദിസ് വേവ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഫോമാണ്. അതായത് ടി എന്നുള്ളതിന് പകരം you put a time t0, right? You are looking at it at a particular time t0. So y of x comma t0 is equal to a sin 2 pi by lambda x minus vt0. Okay, അപ്പോൾ ഈ 2 pi by lambda ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിനെ a sin 2 pi x by lambda മൈനസ് ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഈ ടേമിന് 2 pi v t0 by lambda എന്നുള്ള ടേമിന് നമുക്ക് phi 0 എന്ന് എഴുതാം. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഫേസ് കോൺസ്റ്റന്റ്. Okay, so phi 0 is a constant angle for the purpose of this instantaneous description of the appearance of the wave. Alright, അപ്പോൾ ഇതിനെ നമുക്ക് x equal to 0ൽ നിന്ന് എത്രത്തോളം ഷിഫ്റ്റഡ് ആണ് ഇതിന്റെ ആദ്യത്തെ 0 എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം. That's what the phase actually tells us. Alright, അപ്പോൾ x equal to 0ൽ സപ്പോസ് x equal to 0 സൈൻ വേവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ യൂഷ്വലി സൈൻ x എടുക്കുകയാണെങ്കിൽ it goes like this. Alright, at x equal to 0 this is equal to 0. Alright, ഡിസ്റ്റർബൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ രീതിയിലാണെങ്കിൽ നമുക്ക് phi 0 എന്ന് എടുക്കാം. ഓൾറൈറ്റ്, അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ആഡ് ദിസ് ഫേസ് കോൺസ്റ്റന്റ്. ഓൾറൈറ്റ്, ഇനി ഈ 0 ഇവിടുന്ന് ഷിഫ്റ്റഡ് ആണെങ്കിൽ സപ്പോസ് വി ഹാവ് എ വേവ് ലൈക്ക് ദിസ്. ഓക്കെ, ദിസ് ഇസ് എക്സ് ഈക്വൽ ടു 0. ഓൾറൈറ്റ്, ഇതിന് ഈ രീതിയിലാണ് ഈ വേവ് ഫോം എങ്കിൽ. ഓൾറൈറ്റ്, ഇറ്റ് കുഡ് ബി സംതിങ് ലൈക്ക് ദിസ്. അതായത് നമ്മൾ ഇതിന്റെ വേവിന്റെ സ്നാപ്ഷോട്ട് ആണ് നോക്കുന്നത്. ഓൾറൈറ്റ്, സോ യു വിൽ സീ എ വേവ് മോഷൻ ലൈക്ക് ദിസ്. മോഷൻ അല്ല, നമ്മൾ അതിന്റെ സ്നാപ്ഷോട്ട് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ സ്ട്രിങ് ഈ ഒരു പ്രൊഫൈലിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. റൈറ്റ്, അപ്പോൾ ഈ എമൗണ്ട് ഇത് എത്രത്തോളം 0 ഷിഫ്റ്റഡ് ആണ് എന്നുള്ളതാണ് vt0 പറഞ്ഞു തരുന്നത്. ബിക്കോസ് അറ്റ് എക്സ് ഈക്വൽ ടു vt0 വി ഹാവ് ദ ഫസ്റ്റ് 0. റൈറ്റ്, അപ്പോൾ ഈ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിട്ട് പറയണമെങ്കിൽ വി നീഡ് ദിസ് ഫേസ് ആംഗിൾ. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നോക്കാം. റൈറ്റ്, സപ്പോസ് ദ എൻഡ് ഓഫ് ദ സ്ട്രിങ് അറ്റ് എക്സ് ഈക്വൽ ടു 0, അതായത് സ്ട്രിങ്ങിന്റെ ബിഗിനിങ് എക്സ് ഈക്വൽ ടു 0, ദിസ് ഇസ് അറ്റ് റെസ്റ്റ്. Right, it's at rest up to a time t equal to t1. Right, nothing is happening up to t equal to t1. ഇനി എന്താ ചെയ്യുന്നത്? You're vibrating this end sinusoidally from t equal to t1. Right, t equal to t1 മുതൽ t equal to t2 വരെ. അതായത് t1 മുതൽ t2 വരെയുള്ള സമയത്ത് നമ്മൾ ഇവിടെ ഒരു സൈനുസോയിഡൽ വൈബ്രേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ട്രാവലിംഗ് വേവ് ആയിട്ട് ഇത് കറസ്പോണ്ട് ചെയ്യുന്ന ട്രാവലിംഗ് വേവ്സ് ഇതിൽ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, പക്ഷെ ടി ഈക്വൽ ടു t2 എന്നുള്ള പോയിന്റിൽ നമ്മൾ ഈ സൈനുസോയിഡൽ ഓസിലേഷൻസ് നിർത്തുകയാണ്. അതായത് നമ്മൾ ഇനീഷ്യലി കൊടുത്ത ഓസിലേഷൻസ് വേവ്സിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓസിലേഷൻസ് ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ കാണാൻ പോകുന്നത്, സ്ട്രിങ്ങിൽ കാണാൻ പോകുന്നത്, വിൽ സി സൈൻ വേവ്സ് ഓഫ് ലിമിറ്റഡ് എക്സ്റ്റെന്റ്. റൈറ്റ്, കുറച്ച് നീളം മാത്രമുള്ള ഒരു ലിമിറ്റഡ് എക്സ്റ്റെന്റിലുള്ള സൈൻ വേവ്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, കാരണം നമ്മൾ ഇവിടെ ഇനീഷ്യലി കൊടുത്ത പൾസസ് മൂവ് ചെയ്ത് ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. റൈറ്റ്, ആൻഡ് ദെൻ യു ആർ looking at a snapshot at a particular time t. Okay, so നമുക്ക് രണ്ട് പോയിന്റ്സ് നോക്കാം, x1 and x2. Alright, x1 എന്നുള്ള എൻഡ് നോക്കുകയാണെങ്കിൽ this corresponds to the initial vibrations, this corresponds to the starting of the vibration. സ്റ്റാർട്ട് ചെയ്യുന്ന വൈബ്രേഷൻ കറസ്പോണ്ട് ചെയ്യുന്ന വൈബ്രേഷൻസ് ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. this corresponds to the ending of the vibration. x2 എന്നുള്ള പോയിന്റ് പറയുന്നത് നമ്മൾ വൈബ്രേഷൻസ് ടെർമിനേറ്റ് ചെയ്ത പോയിന്റിന് കറസ്പോണ്ട് ചെയ്യുന്നതാണ്.
ഓക്കെ, ഇതിന്റെ ലെഫ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ വേവ്സ് ഇല്ല. അതായത് നമ്മൾ ഇനീഷ്യലി പ്രൊവൈഡ് ചെയ്ത കുറച്ച് സമയത്തേക്ക് മാത്രം പ്രൊവൈഡ് ചെയ്ത ഓസിലേഷൻസ്, ഡിസ്റ്റർബൻസസ് ഈ സ്ട്രിങ്ങിലൂടെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് നമ്മൾ ഈ സ്നാപ്ഷോട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ ഡിസ്റ്റർബൻസ് ട്രാവൽ ചെയ്യുന്ന സ്പീഡിനെയാണ് നമ്മൾ വി എന്ന് എഴുതിയിരിക്കുന്നത്. ഓൾറൈറ്റ്, so the front end of the disturbance farthest away from the end x equal to 0, x equal to 0 ൽ നിന്ന് കൂടുതൽ അകലെയുള്ള റീജിയൻ, ഇതിനെയാണ് നമ്മൾ x1 എന്ന് പറയുന്നത്. കൂടുതൽ അകലെയുള്ള പോയിന്റ്, ഇതിനെയാണ് x1 എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് കറസ്പോണ്ട്സ് ടു ദ കമൻസ്മെന്റ് ഓർ സ്റ്റാർട്ടിംഗ് ഓഫ് ദ വൈബ്രേഷൻ അറ്റ് t equal to t1. T1 ൽ നമ്മൾ കൊടുത്ത t equal to t1 നമ്മൾ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് കറസ്പോണ്ട് ചെയ്യുന്ന പോയിന്റ് ആണിത്. t equal to t1 ൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത വൈബ്രേഷൻ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്നു. റൈറ്റ്, x1 എന്നുള്ള പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. റൈറ്റ്, rear end, the back end corresponds to a termination at t equal to t2. Alright, അപ്പോൾ നമ്മൾ x equal to 0 ൽ കൊടുത്ത വൈബ്രേഷൻസ് ട്രാവൽ ചെയ്ത് ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. റൈറ്റ്, അത് കഴിഞ്ഞ് വൈബ്രേഷൻസ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ x2ന്റെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ വേവ് പാറ്റേൺ ഒന്നും നമുക്ക് കാണാനില്ല. ഓക്കെ, അപ്പോൾ ഈ x1ന്റെയും x2ന്റെയും ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത്, അതായത് x2ൽ നിന്ന് x1ലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഈ ഡിസ്റ്റർബൻസസ് T2ന്റെയും T1ന്റെയും ഇടയിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. റൈറ്റ്, ഇനീഷ്യലി നമ്മൾ ഇവിടെ ഡിസ്റ്റർബൻസ് സ്റ്റാർട്ട് ചെയ്തു. റൈറ്റ്, ഇറ്റ് ഹാസ് ട്രാവൽഡ് ദിസ് ഡിസ്റ്റൻസ്. ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഡിസ്റ്റർബൻസ് ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിരിക്കുകയാണ് T2 മൈനസ് T1 എന്നുള്ള സമയം കൊണ്ട്. റൈറ്റ്, അപ്പോൾ വേവ് വെലോസിറ്റി v ആണെങ്കിൽ T2 മൈനസ് T1 എന്നുള്ള സമയം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ടൈം ടേക്കൺ. റൈറ്റ്, ഇതാണ് T2 മൈനസ് T1, സോറി ഷുഡ് റൈറ്റ് as T2 മൈനസ് T1. T2 മൈനസ് T1 എന്നുള്ള സമയം കൊണ്ട് v എന്നുള്ള സ്പീഡിലുള്ള ഡിസ്റ്റർബൻസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് v മൾട്ടിപ്ലൈഡ് ബൈ T2 മൈനസ് T1. ഓക്കെ, ദിസ് വുഡ് കറസ്പോണ്ട് ടു ദ ലെങ്ത് x2 മൈനസ് x1. ദിസ് ഇസ് ദ എക്സ്റ്റെന്റ് ഓഫ് ദിസ് വേവ് ഫോം. അതായത് സ്ട്രിങ്ങിൽ നമ്മൾ കാണുന്ന വേവ് ഫോം കാണുന്ന റീജിയന്റെ ലെങ്ത് ആണ് ഈ x2 മൈനസ് x1 എന്ന് പറയുന്നത്. ക്ലിയർലി ദാറ്റ്സ് ഈക്വൽ ടു v മൾട്ടിപ്ലൈഡ് ബൈ T2 മൈനസ് T1. കാരണം ഇത് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത, നമ്മൾ x equal to 0 സ്റ്റാർട്ട് ചെയ്ത വൈബ്രേഷൻസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും കൂടിയാണ്. റൈറ്റ്, ദിസ് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വൈബ്രേഷൻസ്. ഓക്കെ, ദാറ്റ് വി സ്റ്റാർട്ടഡ് അറ്റ് T1. ഓക്കെ, so we can write x1 minus x2 is equal to v multiplied by T2 minus T1. സോറി, ഇവിടെ x1 മൈനസ് x2 എന്നാണ് എഴുതേണ്ടത്. x1 മൈനസ് x2, കാരണം ഈ പോയിന്റിനെ x1 എന്നാണ് വിളിക്കുന്നത്. ദിസ് ഇസ് x2. റൈറ്റ്, അങ്ങനെ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് x1 മൈനസ് x2. Okay, here it's correct. x1 minus x2 is equal to v multiplied by T2 minus T1. Okay, ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു പ്രധാനപ്പെട്ട റിസൾട്ടിന്റെ ഒരു എക്സാമ്പിൾ ആണ്. Right, the result is this: the propagation of the wave along the string at the constant speed v is in effect a means of translating the variation of displacement with time at a fixed position into a corresponding variation of displacement with position at any designated time. ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസ് ആണ്, ബട്ട് വിൽ എക്സ്പ്ലെയിൻ ദിസ്. ഓൾറൈറ്റ്, അതായത് ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ ഇനീഷ്യലി സ്ട്രിങ്ങിന്റെ ഒരറ്റത്ത് കൊടുത്ത ഓസിലേഷൻസ്, റൈറ്റ്, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ കൊടുത്ത ഓസിലേഷൻസ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് അറ്റ് x ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സൈനസോയിഡൽ ഓസിലേഷൻസ് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സൈനസോയിഡൽ ഓസിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് these are displacement, or basically the variation of displacement. Okay, what we do is that we create variations of displacement. All right, variation of displacement at a particular point x equal to 0 എന്നുള്ള പോയിന്റിൽ. All right, at x equal to 0 we are creating variation of displacement with respect to time. അതായത് ഓരോ പോയിന്റ് ഓഫ് ടൈമിൽ നോക്കിയാലും x equal to 0 എന്നുള്ള പോയിന്റിൽ മാത്രം നമ്മൾ നോക്കുകയാണ്. ഓരോ പോയിന്റ് ഓഫ് ടൈമിൽ നോക്കിയാലും വേറെ വേറെ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഓക്കെ, നേരത്തെ നമ്മൾ ഇത് ഇനീഷ്യലി കൊടുത്തിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. റൈറ്റ്, ഇനി ആഫ്റ്റർ സം ടൈം നമ്മൾ ഈ സ്ട്രിങ് നോക്കുകയാണെങ്കിൽ, റൈറ്റ്, ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദ എൻറ്റയർ സ്ട്രിങ്, വാട്ട് യു സീ ഇസ് ദാറ്റ് യു സീ എ വേരിയേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് പൊസിഷൻ. റൈറ്റ്, ഇത് x ആക്സിസ് ആണ്. ഓക്കെ, അപ്പോൾ എക്സിന്റെ ഓരോ പോയിന്റിലും വേറെ വേറെ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ കാണുന്നത്. റൈറ്റ്, അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഒന്നുമില്ല, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഒന്നുമില്ല, ഈ പോയിന്റിൽ ഇങ്ങനെ സൈനസോയിഡൽ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണുന്നത്. ഓക്കെ, അതായത് x ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ t ഈക്വൽ ടു ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ കൊടുത്ത വേരിയേഷൻസ്, അതായത് t ഈക്വൽ ടു t1 എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ കൊടുത്ത വേരിയേഷൻസ്. എന്ത് വേരിയേഷൻസ് ആണ്? വേരിയേഷൻസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് ടൈം. ഓക്കെ, കാരണം ഇവിടെ ഓസിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് മാറുന്ന ഡിസ്പ്ലേസ്മെന്റ്സ് നമ്മളിവിടെ കൊടുക്കുക എന്നുള്ളതാണ്. റൈറ്റ്, ആൻഡ് വാട്ട് ഹാസ് ഹാപ്പൻഡ്, ദിസ് വേരിയേഷൻസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടൈം has been translated to a variation of displacement with position. ഇത് വേരിയേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് പൊസിഷൻ ആണ്.
ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? കാരണം നമ്മൾ ഇവിടെ കൊടുത്ത ഡിസ്റ്റർബൻസ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്ത സമയത്ത് അല്ല എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റിൽ കൊടുത്ത ഡിസ്പ്ലേസ്മെന്റ്സ് അല്ലെ ഡിസ്റ്റർബൻസസ് വേവ് ആയിട്ട് പ്രോപ്പഗേറ്റ് ചെയ്തു. റൈറ്റ്, ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് സ്ട്രിങ്ങിലൂടെ പ്രോപ്പഗേറ്റ് ചെയ്തു. റൈറ്റ്, ഇറ്റ് പ്രോപ്പഗേറ്റഡ് വിത്ത് സ്പീഡ് v. ഇങ്ങനെ പ്രോപ്പഗേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു കറസ്പോണ്ടിങ് വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് കിട്ടിയിരിക്കുന്നത്. റൈറ്റ്, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് വേരിയേഷൻ ഇൻ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ. Okay, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. Alright, that's the meaning of this. Okay, so the propagation of the wave along the string at a constant speed v. നമ്മൾ ഈ വേവ് പ്രോപ്പഗേഷനെ കുറിച്ചാണ് പറയുന്നത്. കോൺസ്റ്റന്റ് സ്പീഡ് വിയിലുള്ള വേവ് പ്രോപ്പഗേഷനെ കുറിച്ചാണ് പറയുന്നത്. Alright, ഈ വേവ് പ്രോപ്പഗേഷനിലൂടെ എന്താണ് സംഭവിക്കുന്നത്? Alright, what happens is that a variation of displacement with time at a fixed position has been translated into a corresponding variation of displacement with position at any designated time. Okay. So you may read this sentence carefully again. Alright, it's an important result. ഇനി നമ്മൾ ഒരു പ്യുവർ സൈനസോയിഡൽ ഡിസ്റ്റർബൻസ് എടുക്കുകയാണെങ്കിൽ വേവ് സ്പീഡിനെ നമുക്ക് ന്യൂ ലാംഡ എന്ന് എഴുതുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓൾറൈറ്റ്, വേവ് സ്പീഡ് ഇസ് ഗിവൺ ബൈ ന്യൂ ലാംഡ. ഓൾറൈറ്റ്, ദ ഡിസ്റ്റൻസ് ഡിസ്റ്റർബൻസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ലാംഡ. ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡിസ്റ്റർബൻസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ലാംഡ. ഓൾറൈറ്റ്, ഇതിനടുത്ത സമയമാണ് ക്യാപിറ്റൽ ടി. Okay, so distance traveled is lambda divided by time taken is capital T. 1 by t എന്നുള്ളതിനെ നമ്മൾ ന്യൂ എന്ന് പറയുന്നത്. Right, so this is lambda nu. And what is this? This is distance traveled by the disturbance divided by time taken. So this is nothing but the wave velocity. Okay, അപ്പോൾ wave velocity generally നമുക്ക് lambda nu എന്ന് എഴുതാം ഒരു purely sinusoidal variationന്റെ കേസിൽ. Alright, പക്ഷെ നമ്മൾ ഈ സ്ട്രിങ്ങിൽ നമ്മൾ ഈ വേവ് ഇക്വേഷൻ നോക്കിയ സമയത്ത് കണ്ട് സ്ട്രിങ്ങിലുള്ള ഈ വേവിന്റെ ഡിസ്റ്റർബൻസസിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ടി ഡിവൈഡഡ് ബൈ മ്യൂ ഹോൾ റേസ് ടു 1/2 ആണ്. ഓക്കെ, അതായത് the value of v for waves on a stretched string has the same value square root of t divided by mu for all wavelengths. ഏത് വേവ് ലെങ്ത് എടുത്താലും ഈ ഒരു സ്പീഡ് തന്നെയാണ് ഉണ്ടാവുക. ഓൾറൈറ്റ്, ഇത് എല്ലാ കേസിലും ഇങ്ങനെ വേവ് ലെങ്ത്തിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്പീഡ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഓൾറൈറ്റ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസിൽ അങ്ങനെയാണ്. ഓൾറൈറ്റ്, വിൽ ബി ഡിസ്കസിങ് സച്ച് കേസസ് ഓൺലി. So this lack of any dependence of v on lambda or nu does not hold generally true for wave motions. ഇതെല്ലാ wave motions ന്റെ കാര്യത്തിലും ശരിയല്ല. Okay, but for the time being we shall confine ourselves to situations for which it can be assumed valid. Right, അത് നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്ന നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേസുകളിൽ ഈ വേവിന്റെ വെലോസിറ്റി മീഡിയത്തിലൂടെയുള്ള വേവ് വെലോസിറ്റി എന്ന് പറയുന്നത് ലാംഡയിലോ ന്യൂയിലോ ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് എല്ലാ വേവ് ലെങ്ത്തിലുള്ള ഡിസ്റ്റർബൻസസിനും ഒരേ സ്പീഡ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ എല്ലാ ഫ്രീക്വൻസിയിലുള്ള ഡിസ്റ്റർബൻസസിനും ഒരേ സ്പീഡ് തന്നെയായിരിക്കും. Alright, you can still find it by doing this lambda multiplied by nu, but the final result is independent of lambda or nu. Okay, അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് let's find the differential equation that governs the propagation of one dimensional wave. One dimensional waveന്റെ ഫോം നമ്മൾ പറഞ്ഞു, it's of the form sin 2 pi divided by lambda multiplied by x minus vt. ഈ ഫോമിലുള്ള ഇവിടെ ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും. Alright, so it's a sin 2 pi by lambda x minus vt. Alright, ഈ രീതിയിലുള്ള സൈനസോയിഡൽ വേവ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. Alright, ഇനി ഇത്തരത്തിലുള്ള സൈനസോയിഡൽ വേവ്സിനെ ഗവേൺ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഒബ്വിയസ്ലി ഇതിനെ ഗവേൺ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുള്ള ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ തന്നെയാണ്, ബട്ട് വി ആർ ഗോയിങ് ടു സീ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വേവ് സൊല്യൂഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിനെ ഗവേൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ഒബേ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. Alright, so we are doing it just in the opposite order. y of x, t. Alright, ഈ സ്ട്രിങ്ങിലുള്ള ഡിസ്പ്ലേസ്മെന്റ്സ് ആണ്. Okay, as a function of x and as a function of time, as a function of position and time. Okay, ഈ ഫംഗ്ഷൻ ഒബേ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Alright, വേറെ രീതി പറഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് with respect to time അതുപോലെ partial derivative with respect to x, right, ഇവ തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. Right, so we are looking for a relation between the partial derivatives of y with respect to x and with respect to t. Okay, അപ്പോൾ നമുക്ക് partial derivative with respect to x എടുത്ത് നോക്കാം. Alright, we had y of x, t is equal to a sin 2 pi divided by lambda x minus vt. Okay, അപ്പോൾ ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്ത് നോക്കാം. സോ ദാറ്റ് വുഡ് ബി 2 pi divided by lambda a cos 2 pi by lambda x minus vt. Alright, അതുപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം എടുത്ത് നോക്കാം. സോ ദാറ്റ് വുഡ് ബി minus v
right? Minus v multiplied by a cos 2 pi by lambda x minus vt, right? We are just taking the partial derivatives. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ ഒബ്വിയസ് ആയിട്ടുള്ള റിലേഷൻ കാണാൻ കഴിയും. ഇവിടെ 2 pi divided by lambda കഴിഞ്ഞ് a cos 2 pi by lambda x minus vt ആണ്, right? This term is the same except for the factor minus v. Minus v ഇല്ലെങ്കിൽ ഇത് രണ്ട് സെയിം ആണ്. Okay, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? We see that partial derivative of y with respect to x is equal to minus 1 divided by v partial derivative of y with respect to t. Okay, അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിനെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് തോന്നാം. റൈറ്റ്, പക്ഷേ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ സൊല്യൂഷനെ ഗവേൺ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണെന്നുള്ളത് കറക്റ്റ് ആണ്. ഓക്കെ, ബട്ട് ദിസ് ഇസ് നോട്ട് ദ ജനറൽ വേവ് ഇക്വേഷൻ. റൈറ്റ്, ഇത് എല്ലാത്തരം വേവ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ അല്ല. ഓക്കെ, ഉദാഹരണത്തിന് ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഒരു വേവ് ആണ്, നമുക്ക് എക്സ് മൈനസ് വി ടി എന്നുള്ളത്. റൈറ്റ്, ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന ഒരു വേവ് എടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യില്ല. Right, if the wave is moving towards the left, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ടാവില്ല, and then this equation won't be satisfied. It will be satisfying a different equation. Okay, so but we are trying to find an equation that governs all wave motion. All right, not one just specific solution. All right, general ആയിട്ട് wave motion govern ചെയ്യുന്ന equation ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. Okay, അതായത് നമ്മൾ y is equal to a sin 2 pi by lambda x plus vt. ഇത് ലെഫ്റ്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന വേവ്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന വേവ്സ് ആണ്. റൈറ്റ്, ഇവിടെ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയും എടുക്കുകയാണെങ്കിൽ നമ്മൾ മുകളിൽ എഴുതിയ ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് കാണാം. റൈറ്റ്, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ ഈ ഫോമിലാണുള്ളത്. റൈറ്റ്, അഗൈൻ യു ടേക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, യു ടേക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇസ് ഈക്വൽ ടു 1 by v പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം. നേരത്തെ മൈനസ് 1 by v ആയിരുന്നു. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ടുള്ളത് കിട്ടാൻ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ്സ് നോക്കണം. വി ലുക്ക് അറ്റ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ്സ്. റൈറ്റ്, ഇഫ് വി ലുക്ക് ഫോർ ദ സെക്കൻഡ് ഡെറിവേറ്റീവ് വി ഗെറ്റ് എ റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് ട്രൂ ഫോർ സൈൻ വേവ്സ് ഓഫ് എനി വേവ് ലെങ്ത് ട്രാവലിംഗ് ഇൻ ഐദർ ഡയറക്ഷൻ. സെക്കൻഡ് ഡെറിവേറ്റീവ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് ഇവിടെ തന്നെ ചെയ്ത് നോക്കാം. റൈറ്റ്, ലെറ്റ്സ് ടേക്ക് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ലെറ്റ്സ് take the partial derivative with respect to x once more. Okay, so this will become minus 2 pi divided by lambda a sin 2 pi by lambda x plus vt, right, multiplied by this 2 pi by lambda. So അതിന്റെ സ്ക്വയർ വരും. ഓക്കെ, അതുപോലെ ഇതിന്റെ ഡെറിവേറ്റീവ് ഒന്നുകൂടെ എടുത്ത് നോക്കുകയാണെങ്കിൽ that will become, ഇത് cosine ആയതുകൊണ്ട് വീണ്ടും ഒരു മൈനസ് സൈൻ വരും. Right, so that would be 2 pi v divided by lambda whole square. Okay, minus sign ഉണ്ട്. പിന്നെ ഉള്ളത് a sin 2 pi divided by lambda x plus vt. Okay, അപ്പോൾ ഈ രണ്ട് ടേംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനെ v സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് കിട്ടുന്നു എന്ന് കാണാം. Right, which means that the partial derivative of y, okay, dou square y by dou x square is equal to 1 by v square dou square y by dou t square. Right, ഈ ഇക്വേഷൻ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് റൈറ്റ് മൂവിംഗ് വേവ് ആണ്, റൈറ്റ് മൂവിംഗ് വേവ് ആണെങ്കിലും ലെഫ്റ്റ് മൂവിംഗ് വേവ് ആണെങ്കിലും എല്ലാം തന്നെ ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. Right, so this is the general wave equation which we have actually seen already. Okay, ഈ വേവ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. Okay, this is identical to the equation describing wave motion we derived before. Okay, general wave motion ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ മുൻപ് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. അതേ ഇക്വേഷൻ തന്നെയാണ്. ഇതിനെയാണ് നമ്മൾ ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ എന്ന് വിളിച്ചത്. ഓക്കെ, ഈ ഇക്വേഷൻ അനലൈസ് ചെയ്യുന്നതിലൂടെ തന്നെയാണ് നമ്മൾ നോർമൽ മോഡ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ ഇതിന് മുൻപത്തെ ക്ലാസ്സുകളിൽ നോർമൽ മോഡ്സ്, സ്റ്റാൻഡിംഗ് വേവ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ സ്റ്റേഷനറി വൈബ്രേഷൻസിന് കറസ്പോണ്ട് ചെയ്യുന്ന സൊല്യൂഷൻസ് ഒക്കെ നോക്കിയിരുന്നു. അതായത് ഈ ഇക്വേഷൻ, ഈ ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ അനലൈസ് ചെയ്തതിലൂടെയാണ് നമ്മൾ ആക്ച്വലി ആ സൊല്യൂഷൻസിലേക്ക് എത്തിയത്. സോ വി were looking for particular solutions, we were looking for specific solutions to this classical wave equations corresponding to the physical situation of a standing wave. അല്ലെ, സ്റ്റാൻഡിംഗ് വേവിന് കറസ്പോണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റേഷനറി വൈബ്രേഷൻസിന് കറസ്പോണ്ട് ചെയ്യുന്ന സൊല്യൂഷൻസ്, ഈ ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ആക്ച്വലി കണ്ടുപിടിച്ചത്. റൈറ്റ്, അതിനെ അനലൈസ് ചെയ്യുന്നതിലൂടെ നമ്മൾ നോർമൽ മോഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടത്. Okay, so this is the classical wave equation. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പ്രോഗ്രസീവ് വേവ്സ്, റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മൂവ് ചെയ്യുന്ന
പ്രോഗ്രസീവ് വേവ്സിനെ കുറിച്ച് മാത്രമാണ്. റൈറ്റ്, ഇതിന് മുൻപത്തെ ക്ലാസ്സിലുണ്ട് നോർമൽ മോഡ്സിനെ ഈ രീതിയിലുള്ള പ്രോഗ്രസീവ് വേവ്സിന്റെ സൂപ്പർ പൊസിഷൻ ആയിട്ട് എഴുതാം എന്നായിരുന്നു. ഓക്കെ, so with that I'll conclude this session. Thank you.